എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു ചിലപ്പോൾ ഞാൻ ഹായ് പറഞ്ഞ കേട്ടോ ഒന്നുകൂടെ ഒരു മിനിറ്റ്. ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നായമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ പോയി നോക്കണേ. ഇന്നൊരു ചെറിയ വീഡിയോ വയ്ക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ ആ പറഞ്ഞ കാര്യം എൻ്റെ മിക്ക സബ്സ്ക്രൈബേഴ്സും കണ്ട ന്യൂസാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, നമ്മളൊക്കെ നമ്മുടെ മക്കളുടെ ഒരു ചലനം പോലും നമുക്ക് മനസ്സിലാവും. അവരുടെ ഫേസ് കണ്ടാൽ തന്നെ നമുക്ക് ഈ അമ്മയ്ക്ക് ഈ മോൾ ഇത്രയും വയറ് വീർത്തിട്ട് മനസ്സിലായില്ലോ എന്നാണ് എനിക്കൊരു ഡൗട്ട്. അന്നേരം എന്തായിരിക്കും അവർ, ഞാൻ പറയുന്ന ഈ ഒരു 9 മാസം എന്നൊക്കെ പറയുന്നുണ്ടേ. ഇപ്പം ഞാൻ ഇവിടെ വരുന്ന അനു തന്നെ ഇങ്ങനെ വണ്ണം കുറഞ്ഞൊരു കൊച്ച. അവളാണെങ്കിൽ ഇപ്പോൾ 7 മാസം ആയപ്പോഴവിടെ വയറ് നമുക്ക് മനസ്സിലാവും. അതിന് മുമ്പിട്ട് അത്ര അറിയത്തില്ലായിരുന്നു. ഇത് ഈ അമ്മയ്ക്കും അറിയത്തില്ലായിരുന്നു. പലരുടെയും കമൻസ് കണ്ട് ഞാനും അതാ പറയുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടി. ഭയമില്ലാതെ ജീവിക്കല്ലേ കുഞ്ഞുങ്ങൾ. ഒരു ഭയം വേണം. പേരൻസിനെ ഭയക്കണം, ഒന്നാമത് ദൈവത്തെ ഭയക്കണം, അത് കഴിഞ്ഞ് പേരൻസിനെ ഭയക്കണം. അതുപോലുള്ളൊരു ലോകത്താണ് ഈ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത്. പിന്നെന്താ, ആ നാട്ടിൽ പോകുന്ന കാര്യം കേട്ടോണ്ടേ എല്ലാവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. അവിടുത്തെ ഒരു പ്രീത പറഞ്ഞു, ബെൻസിയോട് എന്ന് പറഞ്ഞു, ബെൻസി ബിജി നാട്ടിൽ വരുന്നുണ്ട്, ബിജി വോമിറ്റിംഗ് ആണെന്ന് പറഞ്ഞൊക്കെ മടിയാ, ബിജിക്ക് എങ്ങും പോകത്തില്ല, മടിച്ചിയാ. ബെൻസി എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. സത്യം പറഞ്ഞാൽ എനിക്ക് യാത്രയെന്ന് പറയുന്നത് ഓർക്കാൻ വയ്യ. പിന്നെ ഇപ്പോൾ ഈ വീഴ്ചയും കൂടെ ആയതുകൊണ്ട് ഒത്തിരി ഇരിക്കാനും പറ്റത്തില്ല. പിന്നെ ഉള്ള സമയത്ത് ഇപ്പം കഷ്ടിച്ച് ഈ പോൾമോൻ്റെ CET എക്സാമിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ലേറ്റായിട്ട് നിന്ന്. അല്ലെങ്കിൽ ഇച്ചിരി നേരത്തെ പോയി 2-3 വർഷത്തിന് കൂടുമ്പോൾ നമ്മൾ നാട്ടിൽ പോയിട്ട് ഇച്ചിരി നാൾ വീട്ടിലൊന്ന് നിൽക്കുന്നത് നല്ലതല്ലേ. അതുകൊണ്ട് എങ്ങും പോകാതെ അമ്മയുടെ കൂടെയൊക്കെ അങ്ങ് നിൽക്കുന്നത്. അമ്മയ്ക്കും യാത്രയൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞ അമ്മ എന്നാ ഇങ്ങോട്ട് വാ. അമ്മ പറയുന്നേ ഇവിടെ ഞാൻ വന്നിങ്ങനെ കഴിയുന്നത്. പിന്നെന്താ, പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പിന്നെ ഇത്രയും വർഷമായിട്ട് ഞാൻ ലൈവ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ലൈവിൽ വരണമെന്ന് കുറേ നാളുകൾക്ക് മുമ്പിട്ട് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞായിരുന്നു. അപ്പം ഞാനത് എനിക്ക് തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ റീഡ് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഒന്ന് നോക്കും. എന്നാലും ഇങ്ങനെ പറഞ്ഞാൽ അതിലൊന്ന് ചേച്ചി ഞങ്ങളുടെയും കൂടെ സമയം അനുസരിച്ചൊന്ന് ഇടണേന്ന്. അവരൊക്കെ രാവും പകലുമുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നോക്കട്ടെ. ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇച്ചിരി ബീൻസും, അതൊന്ന് പയറും, ക്യാരറ്റ്, 2 സവാള, പിന്നെ ടൊമാറ്റോ അരി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന് പാസ്തയാണ്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് പാസ്ത ഉണ്ടാക്കാമെന്ന് വെച്ച്. അങ്ങനെയും പാസ്ത ആകുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് അങ്ങ് ചെല്ലുമല്ലോ. മാഗിക്കകത്താണെങ്കിൽ വേണ്ടാന്ന് പറയും. പക്ഷേ ഞാൻ വെജിറ്റബിൾസ് ഇട്ടുണ്ടാക്കി കഴിക്കുന്ന മാഗി കഴിക്കാൻ അവർ വരികയും ചെയ്യും. അപ്പോൾ ഞാൻ കുക്കർ വെച്ച് ആ സവാളയൊന്ന് വഴട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇൻട്രോയിൽ പറയാൻ മറന്നുപോയി, എൻ്റെ ഒരു സബ്സ്ക്രൈബറുണ്ട്, ID വരുന്നത് PT അങ്ങനെ ഒരു ID എന്നാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, എൻ്റെ മമ്മിയുടെ സിസ്റ്ററുടെ ചേച്ചിയും സംസാരവും ഷേപ്പും എല്ലാം വന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എവിടെ ആൻറ്റി താമസിക്കുന്നതെന്ന് പറഞ്ഞ് ഈ റോഡാണ്. അപ്പോൾ അത് പണ്ടുള്ളവർ പറയത്തില്ലേ, ഒരു മനുഷ്യനെ പോലെ 7 പേര് കാണുമെന്ന്. അപ്പോൾ ഞാൻ അത് കേട്ടിട്ടുണ്ട്, എനിക്കങ്ങ് ചിരിയും വന്ന്. അടുക്കളയിലൊക്കെ ചേച്ചി ജോലി ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ആൻറ്റിയെ ഓർമ്മ വരുമെന്ന്. അങ്ങനെ എന്നെ ഓർക്കുന്നുണ്ടല്ലോ ആൾക്കാർ.
കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിൽ വന്ന അഖിൽ പറഞ്ഞ ചേച്ചിയുടെ ടെയിൽ ബോണിൻ്റെ വേദന വെച്ചിട്ട് ചേച്ചി ഇത്രയും ജോലികൾ എങ്ങനെ ചെയ്യുന്നതെന്ന്. നമ്മൾ അസുഖമെന്ന് ഞാൻ പറയും ഇടയ്ക്ക് വയ്യാന്ന്. പക്ഷേ നമ്മൾ അസുഖമെന്ന് പറഞ്ഞ് ഇരുന്ന് പോയോ പിന്നെ നമുക്ക് എണീക്കാനുള്ള മനസ്സേ വരത്തില്ല. അതുകൊണ്ട് എത്ര വയ്യേലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എണീറ്റ് എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ പറയും എനിക്ക് വയ്യാന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇവർ എന്തിക്കുന്നത് നമുക്കൊരു കുഴപ്പവും ഇല്ലെന്നാണ്. കാരണം എത്ര അത്രയ്ക്കങ്ങ് ഗതികെട്ടാണെങ്കിലേ ഞാനൊന്ന് കിടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ മുറ്റത്തിറങ്ങി മുറ്റം തൂക്കുകയും അങ്ങനെ പല തുണി മീൻസ് അയ്യത്ത് പോയി ചുള്ളിയൊക്കെ പറക്കിയൊക്കെ ആണെങ്കിലും കുറേ എക്സർസൈസ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ അതിനുവേണ്ടി സമയം എടുക്കണം അതിന് നമുക്ക് എക്സർസൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീട്ടുജോലി ഇതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലൊന്നും പ്രയോജനമില്ല. പിന്നെ വയ്യാന്നും പറഞ്ഞ് ഇവർ കിടക്കുകയും കൂടെ ചെയ്താൽ പിന്നെ പറയുകയും വേണ്ട. ഈ കൂടുതലും ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കാണ് ഈ വിറ്റാമിൻ ഡിയുടെ പ്രശ്നം വരുന്നത്, വിറ്റാമിൻ D3യുടെ കുറവ്. കാരണം നമ്മൾ വെളിയിലിറങ്ങി സൂര്യപ്രകാശം ഒന്നും കൊള്ളുന്നില്ല. പക്ഷേ നാട്ടിലുള്ളവർക്ക് അത്രയും അതിൻ്റെ പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ ആണെങ്കിലും ഇറങ്ങല്ലേ വെയിലാന്നും പറഞ്ഞ് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കത്തില്ലേ. അതൊക്കെ ഒത്തിരി വേണ്ടാത്ത നമ്മൾ തെറ്റും ചെയ്യുന്നുണ്ട്, ശരിയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം പാസ്തയുടെ ഷേപ്പ് ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ സ്ക്രൂ ടൈപ്പാണ് ഇന്ന് കിട്ടിയേക്കുന്നത്. പോൾ നീ പഠിക്കാമല്ലോ, നീ പഠി. പപ്പ കൊടുത്തില്ല അവന്. റേച്ചാൻ ബാഡ്മിൻ്റൺ കളിച്ചിട്ട് വന്നിട്ട് പ്രീസമ്മോൻ ഇങ്ങനെ പപ്പ മൊബൈൽ ഇങ്ങോട്ടതാ, പപ്പ മൊബൈൽ ഇങ്ങോട്ടതാ, പപ്പയുടെ മൊബൈൽ അങ്ങനെ കൊടുത്തതാ. അപ്പോൾ പോള് അത് കണ്ടോണ്ടേ പറയുമ്പോൾ അതാണ്ടേ പ്രീസ ഇരുന്ന് മൊബൈൽ കളിക്കുവാന്നേന്ന്. ഞാനതാ പറഞ്ഞത് പപ്പ കൊടുത്തേല്ലേ, നീ നിൻ്റെ കാര്യം നോക്കുന്നു. കാരണം അവൻ്റെ കയ്യിൽ നിന്ന് മൊബൈലിങ്ങ് വാങ്ങിച്ച് നമ്മൾ വെച്ചിട്ട് മറ്റവന് കൊടുത്ത ഉടനെ അവനവിടെ നിന്ന് മൂട്ടും അവനെ. അപ്പോൾ ഞാൻ ഇന്നലെ എന്തോ നല്ലൊരു കൂട്ടാനുണ്ടായിരുന്നു. എന്നിട്ടും അവന് ചപ്പാത്തി വേണ്ട, അവന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. എനിക്കറിയത്തില്ല ഇതിൻ്റെ അകത്ത് എന്തോ ഇത്ര അങ്ങ് അവന് ടേസ്റ്റെന്ന്. അവന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കണ്ട അവനില്ലേ ചിക്കൻ ബിരിയാണി കണ്ടതുപോലെ കിടന്ന് തുള്ളിച്ചാടുന്നത്. ഞാൻ മനസ്സിൽ ചിന്തിച്ച് ഇന്നെന്നാ ആശാന് ചപ്പാത്തിയും ഈ മെഴുക്കുവരട്ടിയും കൂടെ അവൻ പോകുമ്പോഴത്തേനും മെഴുക്കുവരട്ടി ആവുമല്ലേ, ടിഫിൻ കൊടുത്തു വിടാമെന്നാണ്. പക്ഷേ അന്നേരം കാണാൻ ചപ്പാത്തി ആൻറ്റി റെഡിയാക്കിയില്ല. പിന്നെ എല്ലാവർക്കും കൊടുത്ത് ഞാനും കഴിക്കാനെടുത്തു. കൊച്ചിന് പിന്നെ ടിഫിനും ഇതാ കൊടുത്തു വിട്ടെ. അപ്പം കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു, അരിയൊക്കെ ഇട്ടു. അരി ഇപ്പം തിളച്ച് അതിനെ ഓഫാക്കിയിടട്ടെ. ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കുന്നുണ്ട്. വെജിറ്റബിൾ കുറുമാന്ന് വേണേൽ പറയാം. അടിപൊളി ടേസ്റ്റായിരുന്നെന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചപ്പാത്തി, അപ്പം, ചോറിനും നല്ലതായിരുന്നു. ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, എന്നിട്ട് കുറച്ച് മട്ടർ കൂടി ഇട്ടിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ഒരു വിസിലടിച്ചെടുക്കുന്നേ ഉള്ളേ. അതായത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിൽ. അല്ലെങ്കിൽ നമ്മൾ സവാളയൊക്കെ വഴറ്റിയിട്ട് ഈ വെജിറ്റബിൾസ് വഴറ്റി ഉണ്ടാക്കാം. അതിനേക്കാൾ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. വഴറ്റി എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. ഇതാകുമ്പം ഈ സവാളയും ഞാൻ ഇപ്പോൾ ഒരു 2 മീഡിയം സൈസിലെ സവാള, 2 ക്യാപ്സിക്കം, ഒരു ടൊമാറ്റോ ഇതൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട്. കാരണം ക്യാപ്സിക്കത്തിൽ അരിയൊക്കെ എടുത്ത് മാറ്റിയേ. കാരണം നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് എടുക്കുകയും പറ്റും. മറ്റേതാണെങ്കിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് വഴറ്റുമ്പം കുറേ സമയം എടുക്കുമല്ലേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്നിട്ടുണ്ട്, സവാളയും ക്യാപ്സിക്കവും ടൊമാറ്റോയും ഒക്കെ. അപ്പം ഞാനിതിലേക്ക് വളരെ കുറച്ച് മാത്രം പൊടികളെ ചേർക്കുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഒരു ഇച്ചിരി കൂടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ ചേർത്തത് കാശ്മീരിയ. എരിവനാണെങ്കിൽ അത്രയും ചേർക്കരുതേ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാമേ. ഇപ്പം മസാലയിലെ പച്ചമണമൊക്കെ പോയണേ ഞാൻ ആ വെന്ത കഷ്ണങ്ങളോട് ഇതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
പക്ഷേ ഒത്തിരി അങ്ങ് ചാറായിട്ട് എടുക്കാതെ ഇത്തിരി കുറുകിയിരിക്കുന്നതാണ് നല്ലത് ഈ കറിയെ. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് ഉടച്ചും കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങയും 2 ഏലക്കയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ അരച്ച് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോടൊരു കമൻറ്റ് ചോദിച്ചായിരുന്നു, ബിജി ഈ സ്പാച്ചുല എവിടുന്നാണ് വാങ്ങിച്ചതെന്ന്. പക്ഷേ ഇത് എനിക്ക് USA നിന്ന് എൻ്റെ അങ്കിളിൻ്റെ മോനും വൈഫും കൂടെ വന്നോണ്ടേ അവരൊരു കിച്ചൺ സെറ്റായിട്ട് എനിക്ക് കുറേ സ്പാച്ചുലയും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുവന്നായിരുന്നു. അതായത് അപ്പോൾ ഞാൻ ഇതിൽ ഈ അരപ്പോട് ചേർത്തിട്ട് ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. കുറച്ച് ഇതിനിപ്പോൾ തണുക്കുന്ന, നമ്മളിപ്പോൾ ഇത്രയും വെള്ളം വെച്ചെങ്കിലും കുറച്ചുകൂടെ അങ്ങ് കുറുകും. ഞാനിത് തിളച്ചിട്ട് ഇതൊന്ന് ഓഫാക്കിയിട്ടായിരുന്നു. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓഫാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതപ്പം കുറച്ചുകൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ തണുക്കുമ്പോൾ ഇച്ചിരിയും കൂടെ അത് തിക്കായിക്കോളും. അപ്പോൾ ഇച്ചിരി ലിവർ കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇച്ചിരി തേങ്ങാക്കൊത്തും ഒരു സവാളയും. ഓരോ പ്രാവശ്യവും ഓരോ മെത്തേഡിലാണ് ചെയ്യുന്നത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതവിടെ അടപ്പത്ത് വെച്ചിട്ട് ആ നേരം കൊണ്ട് പാത്രം കഴുകാം. ഞാൻ ഇപ്രാവശ്യം ഈ എക്സോയുടെ സോപ്പുണ്ടല്ലേ അത് വാങ്ങിച്ച് പാത്രം കഴുകാൻ. ലിക്വിഡും ഉണ്ട്, ഇതുകൂടെ ഇടയ്ക്ക് ഞാൻ എടുത്തൊന്ന് ഒരു ഇത് തോന്നിയൊന്ന് ഇതൊന്ന് വാങ്ങിച്ച് നോക്കാമെന്ന്. പക്ഷേ എപ്പോഴും ലിക്വിഡാണല്ലോ. ഇതാണെങ്കിൽ ഇച്ചിരി സോപ്പ് ചോവിന് കഴുകി കളഞ്ഞില്ലെങ്കിൽ പാത്രത്തിൽ ഇങ്ങനെ വെളുത്തിരിക്കും ഒരു സൈസ് ഇതായിട്ട്. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ചോറിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വെജിറ്റബിൾ കറി. ഞാനില്ല ബീഫ് ഫ്രൈ വെച്ചോണ്ടെങ്കിൽ പറഞ്ഞാൽ ചേച്ചി ഞാൻ വെക്കുമ്പം ബ്ലാക്ക് കളറായിട്ട് വരത്തില്ലെന്ന്. ബ്ലാക്ക് കളറായിട്ട് വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഇതിങ്ങനെ മുരിച്ചെടുക്കണം. പിന്നെ ലാസ്റ്റിൽ പെപ്പർ പൗഡർ ചേർക്കുമ്പം കുറച്ചുകൂടെ കളർ നമുക്ക് കിട്ടും. ആദ്യം ചേർക്കാതെ ലാസ്റ്റിൽ ചേർക്കണം. എന്നിട്ട് ചെറിയ തീയിൽ ഇങ്ങനെ ഇച്ചിരി സമയം എടുക്കും, എന്നാലേ ആ കളർ വരത്തുള്ളൂ. ഞാൻ കടുകിട്ട് പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതേ, ഗരം മസാലയും കുരുമുളക് പൊടിയും, എന്നിട്ട് പിന്നെ കടുകിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ കറിവേപ്പില ഇട്ട്, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചു. എന്നിട്ട് കുക്കറിൽ വേവിച്ച് ഇതിട്ട് കൊടുത്തിട്ട് ഇത്തിരി ഗരം മസാലയും പെപ്പർ പൗഡറും ചേർത്ത്. ആ ഷോട്ട് എനിക്ക് കിട്ടിയില്ല, ഞാൻ ഓണാണെന്നും പറഞ്ഞിരുന്നു, ഓണല്ലായിരുന്നു. ഇവിടെ സാധാരണ ഇവിടെ ഓളിനും ഇവർക്കൊന്നും ഇഷ്ടമല്ല. പ്രൈസമ്മോൻ ഇന്ന് ഞാൻ കൊടുത്തുടനെ ആദ്യം ഒരെണ്ണം തിന്നു, പിന്നെ പറഞ്ഞാൽ നല്ലതാ താന്ന്. അങ്ങനെ ആദ്യമായിട്ട് ഇന്ന് പ്രൈസമ്മോനും കഴിച്ചു. അപ്പം നമ്മുടെ ലിവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി ഞാൻ അന്നത്തെ പോലെ ഓൾസ് ഇങ്ങനെ ഒന്ന് വറുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു കപ്പപ്പഴം എടുത്ത് കപ്പപ്പഴം അരിഞ്ഞ് ഇതിൻ്റെ അകത്ത് ചേർത്ത് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മധുരമൊക്കെ ചേർത്തോ അല്ലെങ്കിൽ ഹണി ചേർക്കാം. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഈ മാതളനാരങ്ങ ചേർക്കുകയാണെങ്കിൽ നല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനും കിട്ടും. പിന്നെ നട്ട്സും ചേർക്കുന്നത്. എനിക്ക് ഇതൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ഇച്ചിരി കടിക്കാൻ, കപ്പലണ്ടിയോ എന്തെങ്കിലും കടിക്കാൻ ഉണ്ടെങ്കിൽ എനിക്കത് കുറേയും കൂടി ഇഷ്ടമാണ്. ഈ പഴം ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എനിക്കതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും പഴങ്ങളിൽ ഇഷ്ടം ഇതും പാളയംകോടൻ പഴവുമാണ്. ഇതിനധികം മധുരമുള്ള സാധനമല്ല, കുറച്ചേ മധുരമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇപ്പോഴേ ഞാൻ ഈ പറയുമ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്തേരാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ
ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.